അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പത്തനംതിട്ട ഗവിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഫാമിലി എല്ലാം കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വഴിയിലുള്ള കാഴ്ചകളും എല്ലാം കേട്ടോ ഈ വീഡിയോയിൽ. ഇതേ കയറിയപ്പോൾ തന്നെ നമ്മൾ ടൂർ പ്ലാനേഴ്സ് കിടന്നുറങ്ങുന്നതാണേ കാണുന്നത്. നമ്മളുണ്ടല്ലോ രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് നമ്മുടെ യാത്ര തിരിച്ചത്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് ചേർന്ന് അവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയത് കേട്ടോ. അവിടെ കയറി നമ്മളൊന്ന് ഫ്രഷായി. അവിടെ അപ്പം, പൊറോട്ട, മുട്ടക്കറി, ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എടുത്തത് അപ്പവും അതുപോലെ തന്നെ അതിനോടൊപ്പം ചിക്കൻ കറി കേട്ടോ. അതിനുശേഷം എൻ്റെ സ്ഥിരമായിട്ടുള്ള കാപ്പി ഞാൻ കുടിച്ചു. അങ്ങനെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിന് നമ്മൾ പാസ്സൊക്കെ കാണിച്ച് കയറി പോവാണേ. നമ്മളുടെ ഗവിയിലേക്കുള്ള യാത്രയിലുടനീളം ഉണ്ടല്ലോ നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയത് ആനയെ കാണാം എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിലെല്ലാം ആന ചുരും അതുപോലെ തന്നെ ആനപ്പിണ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം കാണാം എന്ന് നോക്കി നമ്മളെല്ലാവരും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ ആദ്യം കയറുന്നുണ്ടല്ലോ മൂഴിയ റിസർവോയറിലേക്കാണ് ഈ ഒരു ഡാം വരുന്നത്. അപ്പം പോകുന്ന വഴിയിലുടനീളം എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചധികം ഡാമിൻ്റെ ബ്രിഡ്ജസിലൂടെ കയറിയാണ് പോകുന്നത്. നല്ല ഭംഗിയായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന സ്ഥലത്തിലേക്കുള്ള ആ ഒരു യാത്രയുടെ ഭംഗിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവിയെ ഏറ്റവും മനോഹരമാക്കുന്നതെന്ന് എനിക്ക് തോന്നാം കേട്ടോ. കുഞ്ഞിനെ കണ്ടോ അത് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത അത് കേട്ടോ. ഇറങ്ങി അങ്ങനെ ഓക്കെ കളിക്കാം. ഞാൻ ഫസ്റ്റില്ലേ ആരാ കളിക്കുന്നത്? പോകുന്ന വഴിയിൽ ആദ്യത്തെ കാഴ്ച നമ്മളൊരു മലയെണ്ണാൻ കിടന്നു ഉറങ്ങുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞങ്ങളത് കുറച്ച് നേരം അവിടെ നിർത്തി അതൊക്കെ കണ്ട് പിന്നീടുള്ള യാത്ര ഇങ്ങനെ തിരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആനകളെയാണ് കേട്ടോ. ഇങ്ങനെ കാണാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ വിൻഡോസിന് വെളിയിലേക്ക് ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. പോകുന്ന ഇടങ്ങളെല്ലാം കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അടുത്തായിട്ട് നമ്മൾ നിർത്തിയത് നമ്മുടെ പെൻ സ്റ്റോക്ക് പൈപ്പിൻ്റെ അവിടെ ആയിട്ടാണ്. ഇത് നമുക്കറിയാലോ, ഇവിടെ ഈ മോൾ വശത്തു നിന്ന് താഴേക്ക്, അതായത് നാരോ ആയിട്ട് വൈഡായിട്ടുള്ള പൈപ്പിൽ നിന്ന് താഴെ നാരോ ആയിട്ടുള്ള പൈപ്പിലേക്ക് ചെന്ന് പവർ ജനറേഷന് വേണ്ടി വാട്ടർ പോകുന്ന പൈപ്പാണ് ഇത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇറങ്ങി ഇതൊക്കെ കാണാൻ നിന്നത്. ഞാനോ ഇവിടെ നിൽക്കണം, ഇവിടെ കാണാം. എല്ലാവരും ഉണ്ടോ? ഫോട്ടോ എടുക്കാൻ പോകും എടുക്കണം. ഒരു പോയിന്റിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനെന്നുള്ള പ്ലാനിങ് ആട്ടോ നിങ്ങൾ ഈ കണ്ടത്. എവിടെ നിന്ന് എടുക്കണം, എവിടെയാണ് വെട്ട കൂടുതൽ, സ്വാഭാവികം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങളിന്ന് പോകുന്ന വഴിക്ക് ഇത്രയും ലോങ് ആയിട്ടുള്ള ലൈൻ കമ്പികളൊക്കെ അവരിട്ടതും ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിക്കുവാണേ. ഇത് വീണ്ടും റെജിൻ്റെ ഉറക്കമാണ്. ട്രിപ്പ് പ്ലാനറാ. പിന്നെ ഇതേ പോകുന്ന വഴിയിൽ നമ്മളിങ്ങനെ ഒരു ഏറുമാടം കണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സാധാരണയായിട്ട് കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഈ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് പുതുമയേറിയതാണ്.
അപ്പോൾ ആ ഏറുമാടം കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ആദ്യത്തെ ഒരു ഏണി എനിക്ക് തോന്നുന്നു അത് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് അതിൻ്റെ മുകളിൽ 2 ഏണി ചാരി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. പക്ഷേ അതിൻ്റെ മുകളിൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ മുന്നിലേക്ക് വന്നപ്പോൾ നമ്മൾ കുറച്ച് പിള്ളേരിങ്ങനെ വഴിയിലായിട്ട് നിൽക്കുന്ന കണ്ടു. അപ്പോൾ സ്ഥിരം വരുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിങ്ങനെ ഇവിടെയുള്ള കുട്ടികളാണ്, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അടുത്ത കക്കി ഡാമിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇത് നല്ല അടിപൊളി വെള്ളം കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ചെറിയൊരു ബോട്ടൊക്കെ അവിടെ കണ്ടു, ചെറുതല്ല വലുതാണെന്ന് തോന്നുന്നു. അതിനുശേഷം പോയത് എക്കോ പോയിന്റിലേക്കാണേ. ജിനുവിന്റെ പേരെന്ന് വിളിച്ചു ജിനു. ജോഹാൻ കിട്ടിയില്ല. ഇവരിവിടെ നിർത്തും. ഗവിക്കുള്ള യാത്രയാണെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞിരുന്നു അട്ടയെ സൂക്ഷിക്കണം എന്ന് കേട്ടോ, ഉപ്പൊക്കെ കരുതിക്കോ എന്ന്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ ഒരാൾക്ക് മാത്രമേ അട്ടകടി കിട്ടിയുള്ളൂ കേട്ടോ. ഇത് വീണ്ടും അടുത്തൊരു മലയണ്ണാനെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനുള്ളിലേക്ക് കടക്കുകയാണ്. പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയാണ്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ അടുത്ത ഒന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകുന്നത്. നമ്മളിത് ഇപ്പോൾ ഇവിടെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിരുന്നു. ഭക്ഷണം മാത്രമല്ല, നമുക്കൊരു ബോട്ട് സഫാരിയും കൂടെ ഉണ്ടായിരുന്നു. കൊട്ടവഞ്ചി അല്ലെങ്കിൽ ചെറിയ ബോട്ട്, ആ രീതിയിലായിരുന്നു ഒരുക്കിയത്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യമേ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഐറ്റംസൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് ഞാൻ. ചോറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പിക്കിളുണ്ട്, അതുപോലെ തന്നെ ഒരു ബീറ്റ്റൂട്ട് പച്ചടി പോലെ ഒരു ഐറ്റം ഉണ്ട്, പിന്നെ ക്യാബേജ് തോരൻ, അവിയൽ, സാമ്പാർ, മോര്, ചിക്കൻ കറി, രസം, പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ വിഭവങ്ങൾ. പപ്പടവും. എന്തോ അല്ല ഉണ്ട് ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ജിലുവിനെന്താ പേര്. നല്ലതായിരുന്നു കേട്ടോ ഈ കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. ചിക്കൻ കറിയും ഇതും എല്ലാം കൂടെ ആയിട്ട് പരിപ്പ് പായസമായിരുന്നു കേട്ടോ കൂട്ടത്തിലുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ നല്ല ബേഷായി ഇങ്ങോട്ട് കഴിച്ചു കേട്ടോ. നമ്മളിത് ഇപ്പോൾ പോകുന്നത് ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോട്ടിൽ 5 പേര് എന്ന കണക്കിനാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ. നമുക്ക് ഈ ബോട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. കൊട്ടവഞ്ചിയുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്ത ബോട്ടാണ്.
നിങ്ങൾക്കോ? നല്ല മാങ്ങ ഇത്രയും വലിയ അണ്ണാനെ നല്ല മൂവാണ്ട മാങ്ങയാന്ന് തോന്നുന്നു. സോമോ എന്താ പറയാനുണ്ടോ? ഒന്നും പറയാം. അല്ലെങ്കിൽ ഒന്നുകൂടെ എടുക്കാം. ഒന്ന് കരിങ്കുരങ്ങിനെ കണ്ട വിശേഷം കേട്ടോ ഇത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ കയറുമ്പോൾ തൊട്ട് ആകെ BSNL മാത്രമേ ഇവിടെ റേഞ്ച് ഉള്ളൂ കേട്ടോ, ഇറങ്ങുന്നിടം വരെ. അങ്ങനെ നമ്മൾ ഗവി ഡാമിലേക്ക് വരെ എത്തിയിട്ടോ. അവിടെ ഐ ലവ് ഗവി എന്ന് പറഞ്ഞൊരു സൈനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. ഇവിടെ കണ്ടോടാ. കാണേ അടുത്തതായിട്ട് നമ്മൾ കണ്ടത് ഈ പന്നിക്കുട്ടനെയാണേ. അത് ഉറങ്ങിക്കിടക്കായിരുന്നു. നമ്മൾ ഒരു വിളിയിൽ അത് കണ്ണൊക്കെ തുറന്നേ. അവസാനം നമ്മളൊരു കരിങ്കുഴിയും കണ്ടു കേട്ടോ. പിന്നെ ഈ സ്ഥലങ്ങളുടെ ഒന്നും ഭംഗി പറയണ്ടല്ലോ, നല്ല ഭംഗിയാട്ടോ. അങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഒക്കെ പോയിട്ട് നമ്മൾ AVTയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ അവിടെ ആയിട്ടാണ് ചെന്ന് നിന്നത് കേട്ടോ. 4 മണിക്ക് നമ്മളുടെ ചായ കൂടി അവിടെ നിന്നായിരുന്നേ. അവിടെ നമ്മൾ പോയി നല്ല ചൂട് ചായ, കാപ്പി, പിന്നെ എന്താണ് പഴംപൊരി, ബജി, ഈ വക സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ. അപ്പം അതൊക്കെ ഓർഡറിങ്ങും അതൊക്കെ വാങ്ങിക്കുന്നതും പരിപാടിയാണ് ഈ തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അവർ ലൈവായി എല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. ബജിയും കാര്യങ്ങളും ഏത്തക്കാപ്പവും എല്ലാം അവർ അന്നേരം ഉണ്ടാക്കി നമുക്ക് തരുമായിരുന്നേ. അങ്ങനെ ഒരു പഴംപൊരി, ഒരു ബജി, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മളിങ്ങനെ ഓരോരുത്തർ ഇഷ്ടമുള്ളതെല്ലാം എടുത്ത് നമ്മൾ കാപ്പി കുടിക്കുകയാണേ. ആ കാപ്പി കുടിക്ക് ശേഷം അവിടെ നിന്ന് ഞാനൊന്ന് പറഞ്ഞു എല്ലാവരുടെ അടുത്തും നമുക്കൊരു റീൽ എടുക്കാവേന്നേ. നിങ്ങൾ ആ റീൽ കണ്ടു കാണുമല്ലോ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണേ. അതിലെല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പം ആ റീലിന് ശേഷം നമ്മളുടെ യാത്ര തുടർന്നു. നമ്മൾ റാന്നിയിലെത്തി. നമ്മളുടെ ഈ ഹോട്ടലിൽ കയറി നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കുറേ പേര് പാഴ്സലൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മളുടെ ഈ ട്രിപ്പിന് അവസാനമായിട്ടു. അങ്ങനെ നമ്മൾ വന്ന് ഇറങ്ങി. ഡാഡിയും മമ്മിയും ഞാനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം അടുത്തൊരു വീഡിയോ ഒക്കെ വരുന്നതിന് വരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.